മകേഷ് നാരായണൻ സാർ, താങ്കളുടെ പടം കണ്ടു, പോർട്രേറ്റ്. താങ്കൾക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റല്ലേ ഈ സിനിമ. താങ്കൾക്ക് നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടി, നല്ല ആർട്ടിസ്റ്റുകളെ കിട്ടി. ഇതൊക്കെ കിട്ടിയിട്ടും നിങ്ങൾ ഇതുപോലുള്ളൊരു വളിപ്പ് പടം എടുക്കാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ കയ്യിലൊതുങ്ങി കിട്ടിയിട്ട് അതിനുപയോഗിക്കാണ്ട് മനുഷ്യർക്ക് മനസ്സിലാവാത്ത കാര്യം കൊണ്ട്, സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത കാര്യം കൊണ്ട് എവിടെ നടക്കണ കാര്യം? ഒരു കേന്ദ്രമന്ത്രിയുടെ മകനും കൂടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അതങ്ങോട്ട് പൊലിപ്പിച്ച് കാണിച്ച് 4 വെടിവെപ്പും ഒരു സോഷ്യൽ മീഡിയയിലെ കുറച്ച് കാര്യങ്ങൾ കണ്ട് എടുത്ത് കിട്ടി കഴിഞ്ഞാൽ ജനങ്ങളങ്ങോട്ട് തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്ന് വിചാരിച്ചോ ഈ സിനിമ? ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കണ്ട ആൾക്കാർ പലരും തള്ളി മറിക്കുന്നുണ്ട്. ഇതുപോലൊരു സിനിമ ഇനി ഭൂലോകത്തുണ്ടാവില്ലാന്ന്. ഞാനൊന്ന് പറയട്ടെ, ഈ സിനിമ തമിഴ്നാട്ടിലോ തെലുങ്കിലോ കന്നഡത്തിലോ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ആലോചിച്ച് അവർ ദുഃഖിക്കും. മലയാള സിനിമയ്ക്ക് ഇത്രയും സ്റ്റാൻഡേർഡ് ഉള്ളോ, ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറുകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ട് ഇത്രയും സ്റ്റാൻഡേർഡ് ഉള്ളോ എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കും അവർ. അതേപോലത്തെ ഈ സിനിമ ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ ഓരോ നടന്മാരും എത്ര ജനങ്ങളെ മുഷിപ്പിക്കാൻ പറ്റുമോ അത്രയും മുഷിപ്പിച്ചിട്ടാണ് വിട്ടോങ്ങണത്. മമ്മൂട്ടി വലിയ നടനാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. മമ്മൂട്ടി അഭിനയിക്കുന്നത് കണ്ടിട്ട് സങ്കടം തോന്നി. അത്ര പരിതാപകരമായിട്ടാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത്. മോഹൻലാലാച്ച ഒരു കാലില്ലാണ്ട് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒരു 4 ആൾ കൂടി അതിനെ വെട്ടിക്കൂട്ടി കൊന്നു. ഫഹദ് ഫാസിലാഞ്ചോല കിട്ടുന്ന കുറേ അലറുന്നുണ്ട്. ഇതാണ് വില്ലൻ, ഇതാണ് അഭിനയം. ഉള്ള ശക്തിയൊക്കെ എടുത്തിട്ട് തൊള്ള തുറക്കുന്നുണ്ട്. ആ തൊള്ള തുറക്കൽ കേട്ട് കഴിഞ്ഞാൽ അപ്പം ഏറ്റുപോരെന്നൊന്നും തീർന്നു. ഫഹദിന് ഇത്രയും മോശം ഒരു സിനിമ നമ്മൾ ആയുസിൽ കണ്ടിട്ടില്ല. അതേപോലെ ഫഹദിൻ്റെ പെർഫോമൻസ്, കുഞ്ചാക്കോ ബോബൻ, അയ്യോ എന്താണ് ലാസ്റ്റ് അവനെ അങ്ങോട്ട് ഉണ്ണിയേശു ആക്കിയിട്ട് മൂപ്പരാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കി കൊണ്ടുവന്നു. മോഹൻലാലിനെയും വാഴ്ത്തപ്പെട്ടവനാക്കിക്കൊണ്ട് മോഹൻലാലിനെയും. ഇതൊക്കെ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു നിങ്ങൾ വിചാരിച്ചു. ഇതൊന്നും ഇഷ്ടപ്പെടില്ല. നമ്മൾ ഈ ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ കണ്ടുള്ള ആൾക്കാരാണ് കയ്യിൽ പണിയെടുത്ത കാശും കൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് മമ്മൂട്ടിനെയും മോഹൻലാലിലേക്ക് ഒരു പ്രൈമിൽ കാണാൻ പറ്റില്ലോ എന്നുള്ള ആഗ്രഹത്തിൽ വരുന്നത്. പോരാത്തന്നെ നിങ്ങളുടെ ഈ തള്ളിമറിക്കലും ഇത് അങ്ങോട്ട് കയറിയിട്ട് നമ്മുടെ മനസ്സിലെ ബിംബങ്ങളാണ് മമ്മൂട്ടി മോഹൻലാലൊക്കെ. അവരൊക്കെ നിങ്ങൾ തച്ചുടച്ച് കളഞ്ഞില്ലേ മിസ്റ്റർ? നിങ്ങളെ എന്ത് കഥയത്? 4 കമ്പ്യൂട്ടർ കൊടുത്തിട്ട് ആ കമ്പ്യൂട്ടറിൻ്റെ പിന്നാലെ കിടന്ന് വട്ടം തിരിയുക. ഇൻ്റർവെല്ല് വരെ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല, അതിൽ ഒരു തേങ്ങയും ഇല്ല. ഇൻ്റർവെല്ല് കഴിഞ്ഞപ്പോൾ പിന്നെ തിയേറ്ററിൽ ഇരിക്കാനേ തോന്നുന്നില്ല. ശബ്ദകോലാഹലം മാത്രമുണ്ട്, അലർച്ചയും ശബ്ദകോലാഹലം മാത്രം. കഥ എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് കയറുന്നേ ഇല്ല. ഇങ്ങനെയും സിനിമ പിടിക്കാൻ പറ്റി കോടികൾ ചെലവ് ചെയ്തിട്ട് ഈ പ്രൊഡ്യൂസർ ഈ കഥ എങ്ങനെ അംഗീകരിച്ചെന്ന് എനിക്ക് മനസ്സിലാവാത്ത. നിങ്ങളുടെ ജീവിതത്തിൽ, മഹേഷ് നാരായണൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണ് നിങ്ങൾ ഈ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. നിങ്ങളുടെ മുമ്പിലത്തെ 2 സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ എത്ര സ്റ്റാൻഡേർഡ് ഉണ്ടാവുള്ളൂ എന്നുള്ളത്. ആ സ്റ്റാൻഡേർഡിനേക്കാളും താന്നത്. ഫ്രെയിമൊക്കെ എത്ര ലോ ബഡ്ജറ്റ് ഫ്രെയിമുകളാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾ. ഇങ്ങനെയാണോ ഫൈറ്റ്? ഇതാണോ ഫൈറ്റ്? ഈ കാലഘട്ടത്തിലെ പ്രേമനസിൻ്റെ കാലത്തുണ്ട് ഇതുപോലത്തെ ഒരു ഫൈറ്റ്, അന്നത്തെ കണ്ടുണ്ട്. അതേപോലത്തെ ആകെ 1-2 ഫൈറ്റാണല്ലോ. കുഞ്ചാക്കോ ബോബൻ ഒരു 4 വരി ഒരു കൂതറ പാട്ടും കൊടുത്തു തുടക്കത്തിൽ തന്നെ. ഇതൊക്കെ സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കൊട്ടി ഘോഷിച്ചിട്ട് തിയേറ്റർ മുഴുവൻ മമ്മൂട്ടി മോഹൻലാലും കയറി നിരങ്ങിയിട്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണോ ഇദ്ദേഹം ഈ മമ്മൂട്ടി അസുഖകാലത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ പടത്തിൽ അഭിനയിച്ചത്? എന്തിനാ ആ മനുഷ്യനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇങ്ങനെ പ്രായം ശരിക്കും ഇതിന് മനസ്സിലാവുന്നു. ഇങ്ങനെയും അധികം വലിയ ആക്ഷൻ സീൻസുകളൊന്നും ചെയ്യാൻ ഇനി മമ്മൂട്ടിക്ക് പറ്റില്ല. മോഹൻലാൽ പോലും ഫൈറ്റ് മറന്നുപോയ പോലെ ഇതിൽ കാട്ടിക്കൂട്ടുന്നത്. നമ്മുടെ മോഹൻലാലിൻ്റെ ഫൈറ്റൊന്നും നമ്മൾ ഇങ്ങനെയല്ല. ഇത്രയും വലിയൊരു സിനിമയിൽ ഇങ്ങനെ ഒരു കഥയും കൊണ്ടുവന്ന്, ഇങ്ങനെ ഒരു ഫൈറ്റും കൊണ്ടുവന്ന്, നടന്മാരൊക്കെ നാടകം അഭിനയിക്കുന്നതിനേക്കാളും കഷ്ടമായിട്ട് അഭിനയം ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമ എന്നെ ശപിച്ചു പോവുക പ്രേക്ഷകരായാലും
ഞാനായാലും. അത്ര മോശം, അത്ര മോശം. എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഈ സിനിമ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കാശിന് വല്ല കോഴിമുട്ടയോ താറാമുട്ടയോ മേടിച്ച് തിന്നുക. നിങ്ങൾ ഈ സിനിമ കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ ചിന്തിക്കാനൊന്നുമില്ല, ആസ്വദിക്കാനൊന്നുമില്ല, തമാശ ഒന്നുമില്ല, ഒരു ചുക്കും ചുണ്ണാമ്പും ഈ സിനിമയിലില്ല. വെറും തള്ളിമറിക്കലും മാത്രം. അപ്പോൾ ഇംഗ്ലീഷ് സിനിമേനെ വെല്ലുന്ന രീതിയിലുള്ള ടേക്കിങ്സാണ്, ശബ്ദമാണ്, ഫൈറ്റാന്നൊക്കെ പറഞ്ഞു. ഈ കണ്ട ആൾക്കാരൊക്കെ ഈ പറഞ്ഞവർ മുഴുവൻ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്കങ്ങനെ തള്ളിമറിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഫോണുണ്ടല്ലോ, ഒരു ചാനലാണ് തുടങ്ങുക, സിനിമേനെ കുറച്ചുകൊണ്ട് തള്ളിമറിക്കുക. യഥാർത്ഥത്തിൽ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ റിവ്യൂ കണ്ട് നിങ്ങൾ സിനിമയ്ക്ക് പോവുക. അവർ സത്യസന്ധമായിട്ട് പറയുന്നത്. അല്ലാണ്ട് സിനിമ കണ്ട് പുറത്തിറങ്ങി വരുന്ന ആൾക്കാർ തള്ളിമറിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ആ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർ, അവരെ ബന്ധുക്കാരും സ്വന്തക്കാരും കാശിറക്കിയ പ്രൊഡ്യൂസറുടെ ബന്ധുക്കാരൊക്കെ ഇനി ആദ്യത്തെ ഷോ കാണുന്നത്. അവരങ്ങോട്ട് കൊണ്ട് ചെല്ലുമ്പോൾ മയക്കും കാണിച്ച് ചെല്ലും. എങ്ങനെയുണ്ട് പടം? ഓ, ആയുസിൽ ഞാൻ അങ്ങനത്തെ ഒരു പടം കണ്ടിട്ടില്ല. മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർത്തു, തിയേറ്ററിൻ്റെ കത്തിച്ച് കളഞ്ഞു. ഇനി ഇതിലും വലിയൊരു പടം ഇംഗ്ലീഷിലും ഇല്ല, ഹിന്ദിയിലും ഇല്ല, ഒരു ഭാഷയിലും ആർക്കും ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുള്ള തള്ളണത്. ഇതിപ്പോൾ ഞാൻ പറയണത് പോട്ടെ, നിങ്ങൾ എന്തായാലും മമ്മൂട്ടി മോഹൻലാലാണല്ലോ, നിങ്ങളൊന്ന് പോയിരുന്ന് കാണുക. എന്തായാലും ഇപ്പോൾ നമുക്ക് മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒരു ഫ്രെയിമിൽ കാണാമല്ലോ, ഒന്ന് പോയി കാണുക. ഇതിൽ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ മീശ പഠിച്ച് പെണ്ണായിട്ടിരിക്കാൻ ഞാൻ. ഒരാൾക്കും ദഹിക്കാത്ത വയസ്സ് പെടാതെ, ഒരാൾക്ക് പോലും ദഹിക്കില്ല. ഇങ്ങനത്തെ സിനിമ എടുക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് സബ്ജക്റ്റാന്നൊക്കെ പറയാം. ഇതാണോ ട്രെൻഡിങ്? ഇതാണോ സബ്ജക്റ്റ്? തുണി കഴിച്ച് ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ കമ്പ്യൂട്ടറിൽ കൂടിയും മറ്റുള്ള ആപ്പ് കൂടിയൊക്കെ ഇതുപോലെ ഇഷ്ടം പോലെ കാശ് കൊണ്ടുനടക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ചാരിത്രം എന്നൊന്ന് പറയണമെന്ന് സ്ത്രീകൾക്ക് അതൊക്കെ ഒരു പഴങ്കഥയായിട്ടാണ് കാണുന്നത്. പിന്നെ നിങ്ങളൊരു പെൺകുട്ടീനെയും കൊണ്ടുവന്ന് ആ പെൺകുട്ടിക്ക് ഫ്രീ ആയിട്ടൊരു കമ്പ്യൂട്ടറും കിട്ടി, ആ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഡ്രസ്സ് മാറുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് റെക്കോർഡാവണം, ആ റെക്കോർഡ് കൊണ്ട് വിറ്റിട്ട് കാശുണ്ടാക്കണം. എന്തൊക്കെ കാട്ടിക്കൂട്ടി, എന്തൊക്കെയാണ് പറയുന്നത്? ഇതൊക്കെയാണോ സബ്ജക്റ്റ്? ഇതൊക്കെയാണോ കഥ? അതിലേക്ക് എനിക്ക് ഒന്നും മനസ്സിലാവാത്തതെന്ന് എനിക്കറിയാം. എന്താ മനസ്സിലാവാത്തൊരു കാര്യം, ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റാണ് മോഹൻലാലെ കൊണ്ടുവന്നിട്ട് ഒരു 4 ഗുണ്ടകൾ വന്നിട്ട് കൊത്തി കൊന്നുകൾ ആ ലിഫ്റ്റിൻ്റെ ഇടയിൽ അങ്ങോട്ട് ഇട്ട് കിടക്കുന്ന കണ്ടപ്പോഴേ സങ്കടം തോന്നി. എന്തിനാണ് മോഹൻലാലെ, നിങ്ങളൊരു വലിയൊരു ആർട്ടിസ്റ്റാണ്, നിങ്ങൾക്ക് അഭിനയിക്കാൻ ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ്. ഇതിൽ നിങ്ങളുടെ ചുക്കും ചുണ്ണാമ്പും തേങ്ങി അഭിനയമൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ നല്ല ഡയറക്ടറെ കിട്ടില്ല, നല്ല സബ്ജക്റ്റ് നന്നായി അഭിനയിക്കുന്ന ആർട്ടിസ്റ്റാണ് നിങ്ങൾ എന്തിനാണ് ഈ മമ്മൂട്ടിയുടെ പണിക്കാരനായിട്ട് വന്ന് അഭിനയിച്ചത്? ഇൻ്റർവെല്ല് വരെ ഇല്ല, ഇൻ്റർവെല്ലിനായിട്ടാണ് വരുന്നത്. മമ്മൂട്ടി വിളിച്ചു, വാടാ മോനെ ദിനേശ, എനിക്കിവിടെ ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടാണ്, എന്നെ വന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വന്നു രക്ഷിച്ചു. അവസാനം ഒരു പെൺകുട്ടീനെ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതോടുകൂടിയിട്ട് മൂപ്പരെ തല്ലിക്കൊന്ന് ലിഫ്റ്റിൻ്റെ ഉള്ളിലിട്ടു. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്, അവസാനം വില്ലനായ ഫഹദ് ഫാസിനെ കൊല്ലാനായിട്ട് എന്തൊക്കെ ബഹളങ്ങളാണ് കാണിക്കുന്നത് മമ്മൂട്ടിയും കുഞ്ചാക്കോ ഭവനൊക്കെ ആയിട്ട്. ഒരു സ്പ്രേ അടിക്കുന്ന മുഖത്ത് ഇതൊക്കെ ഇവരെ വിചാരത്തൊക്കെ ഗംഭീര സംഭവങ്ങളാണെന്നാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജനം ഇടിച്ച് കയറുന്ന വിചാരിച്ചേ. തിങ്കളാഴ്ച തൊട്ട് തിയേറ്ററിൽ മാറ്റിനി കളിച്ച ഭാഗ്യം. എത്രയും പെട്ടെന്ന് അടുത്ത പടം റിലീസ് ചെയ്യാനെങ്കിൽ അവരൊക്കെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്തോ. ഇതിൻ്റെ കത്തിക്കൽ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതൊക്കെ എൻ്റെ സ്വന്തമായി പറയാം. കാശ് മുടക്കി കണ്ട എൻ്റെ വിഷമം ഞാൻ പറയുന്നത്. മമ്മൂട്ടി മോഹൻലാലിലേക്ക് ഒരുപാട് സ്നേഹിക്കുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഫഹദ് ഫാസിലിനെ പോലും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകനാണ് ഞാൻ. അവരൊക്കെ ഫാനാണ്. അപ്പോൾ ഇങ്ങനൊരു പടത്തിന് വേണ്ടി എത്ര നാൾ കാത്തിരുന്നു എന്നറിയാം. കാത്തിരുന്നിട്ട് തന്നതാണ് ഈ പരിപ്പ് വട, പാലുവെള്ളത്തിലെ പണി തന്നത് ഇഞ്ചമ്പുളി പടം. അപ്പോൾ പൊന്ന് പ്രേക്ഷകരെ, നിങ്ങൾ കുടുംബമൊക്കെ ഈ സിനിമയ്ക്ക് പോവല്ലേ, ആ കാശുണ്ടെങ്കിൽ ആ കുട്ടികളെയും കൊണ്ട് നിങ്ങൾ വല്ല ഹോട്ടലിൽ പോയിട്ട് നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ ചിക്കൻ മന്തിയൊക്കെ മേടിച്ച് കഴിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.